പേര് ശ്യാംകുമാർ എന്നാണല്ലേ? ശ്യാംകുമാർ. അച്ഛനപ്പോ എത്ര വയസ്സായി? 82 കഴിഞ്ഞു. ഇപ്പൊ എവിടെ ഉള്ളത്? ഇപ്പൊ ഇവിടെ സ്നേഹതീരത്തുണ്ട്. സ്നേഹതീരം, ഫറൂഖ് സ്നേഹതീരം എന്ന് പറഞ്ഞിട്ടുള്ള പരുത്തിപ്പാറ. അച്ഛന്റെ കഥ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. എന്താ ശരിക്കും സംഭവിച്ചത് ജീവിതത്തിൽ? ഒരു ബാധ്യതകൾ വന്നു കഴിഞ്ഞപ്പോൾ വീട് സ്ഥലം ഞാൻ മകന് എഴുതി കൊടുത്തു. മകനെ അത് എഴുതി കിട്ടിക്കഴിഞ്ഞപ്പോൾ മകനെ എന്നെ അവിടെ നിന്ന് പുറത്താക്കി. മകളെ പഠിപ്പിച്ചു, മകനെയും പഠിപ്പിച്ചു, രണ്ടുപേരെയും പഠിപ്പിച്ചു. പഠിപ്പിക്കാനായിട്ട് എനിക്ക് കുറച്ച് പൈസ. കോഴിക്കോട് ഫറൂഖിൽ പ്രവർത്തിക്കുന്ന സ്നേഹ ആലയം എന്നുള്ള വൃദ്ധസദനത്തിന്റെ ഒരു അന്തേവാസികളുടെ വാക്കാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. അതായത് അദ്ദേഹത്തിന്റെ ആയ കാലത്ത്, അതായത് നല്ല കാലത്ത് മക്കൾക്ക് വേണ്ടി മാത്രം ചിലവഴിച്ചു. മക്കൾക്ക് സ്വത്തുകളൊക്കെ എഴുതി കൊടുത്ത ശേഷമാണ് അദ്ദേഹം ഇത്തരമുള്ള ഒരു രീതിയിലേക്ക് എത്തിപ്പെട്ടതെന്നാണ് ആ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു ഉമ്മയുടെ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട്. അതായത് മകനിക്ക് വേണ്ടി സ്വത്തൊക്കെ എഴുതി കൊടുത്ത് അവസാനം മകന് വീട്ടിൽ നിന്ന് നാട്ടിൽ ഇറക്കിയിട്ടുള്ള ഒരു സംഭവം പല മാതാപിതാക്കൾക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇദ്ദേഹത്തിന് സംഭവിച്ച പോലുള്ള കാര്യം. സ്വത്തൊക്കെ നല്ല കാലത്ത് എഴുതി കൊടുക്കും. പല മക്കളുടെയും പ്രകോപനങ്ങൾക്ക് വഴങ്ങിയിട്ടായിരിക്കാം അവർ എന്ത് ചെയ്യുന്ന മാതാപിതാക്കൾ സ്വത്ത് എഴുതി കൊടുക്കുന്നുണ്ടാവുക. പക്ഷെ ഈ സ്വത്ത് കയ്യിലാക്കിയ ശേഷമായിരിക്കും മക്കളുടെ തനിനിറം പുറത്ത് കാണിക്കുക. പലപ്പോഴും സ്വത്തിനെ മോഹിച്ചുകൊണ്ട്, സ്വത്തിനെ ആഗ്രഹിച്ചുകൊണ്ടും മാതാപിതാക്കൾ വളരെ സോപ്പിട്ടുകൊണ്ട് കൂടെ നിർത്തുന്ന പല മക്കളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അവസാന നിമിഷം സ്വത്തൊക്കെ കയ്യിലാക്കിയ ശേഷം എന്ത് ചെയ്യുന്നു? മക്കൾ തന്നെ അവരെ വീട്ടിൽ നിന്ന് ആട്ടിയിറക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുവിടുകയോ മറ്റാണ് ചെയ്യുന്നത്. ഇവിടെ സ്വത്ത് തിരികെ എടുക്കാനുള്ള നിയമം ഉണ്ട്. അത് നിയമപരമായിട്ടുള്ള മറ്റൊരു വശമാണ്. പക്ഷെ നമുക്ക് ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ പറയുമ്പോൾ ഒരിക്കലും തന്നെ ജീവിച്ചിരിക്കുന്ന സമയത്ത് മക്കൾക്ക് നമ്മുടെ സ്വത്ത് എഴുതി കൊടുക്കാൻ പാടില്ല എന്നതാണ്. ഇതിനെക്കുറിച്ചിട്ട് ഞാൻ 1-2 വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും തന്നെ ജീവിച്ചിരിക്കുന്ന സമയത്ത് മക്കൾക്ക് സ്വത്ത് എഴുതി കൊടുക്കാൻ പാടില്ല. അത് നിങ്ങളുടെ കാലശേഷം അതിന്റെ നിയമപരമായിട്ടുള്ള ഒരു രീതിയിലേക്ക് പോയിക്കോട്ടെ. ആ സ്വത്ത് ആരാണ് അവകാശികൾ, ആ അവകാശികൾ വീതം വെച്ചെടുക്കുകയോ മറ്റൊക്കെ ചെയ്തു പോട്ടെ. പക്ഷെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരിക്കലും തന്നെ അത് ഏത് മക്കളായാലും ശരി, അത് എത്ര ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന മക്കളായാലും ശരി, സ്വത്ത് എഴുതി കൊടുക്കാൻ പാടില്ല. അത് പിന്നീട് നിങ്ങൾക്ക് തന്നെ ഒരു വിനയായിട്ട് മാറുകയാണ് ചെയ്യുക.